ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ്, ബീൻസ്, സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇത് നീളത്തിൽ കട്ടി കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് റൈസിനകത്ത് ഇടാൻ വേണ്ടിയാണ്. ബീൻസും അതുപോലെ തന്നെ വളരെ നൈസായിട്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ 3 കൂട്ടവും നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം സവാള വറുത്ത് പോരാം. വളരെ നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ സവാള വറുത്തൊരു ബ്രൗൺ കളറാകണം. കരിയാതെ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് വാങ്ങിയെടുക്കാം. കാരണം ഇത്തിരി കളർ കുറഞ്ഞ് കോരി വെച്ചാൽ മതി. കാരണം ഇരുന്ന് കഴിയുമ്പം സവാളയ്ക്ക് നല്ലൊരു കളറും വന്ന് മൂത്ത് കിട്ടും. ഈ പാകത്തിന് കോരിയെടുക്കണം. കണ്ടോ, അങ്ങനെ സവാള വറുത്ത് കോരി. കുറച്ച് മുന്തിരി, അതും പെട്ടെന്ന് തന്നെ വറുത്ത് പോരാം. മുന്തിരി കോരിയെടുത്തതിന് ശേഷം ഒരു കുറച്ച് കശുവണ്ടി പരിപ്പും കൂടെ വറുത്ത് കോരാം. ഇതൊക്കെ നമുക്ക് റൈസിനകത്ത് ഇടാൻ വേണ്ടിയാണ്. ഇനി ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് കണ്ടോ, കട്ടിയിലല്ല അരിഞ്ഞിരിക്കുന്നത്, കട്ടി കുറച്ച്. ഇതൊന്ന് വഴന്ന് കിട്ടിയാൽ മതി, അതിൻ്റെ കളർ പോകാതെ ഇത്രയും മതി. അതൊന്ന് ഫ്രൈ ആകണ്ട. അതുപോലെ തന്നെ ബീൻസും ഒന്ന് വഴന്ന് ഒരുവിധം ഒന്ന് ഫ്രൈ ആയി വരിക, ഇത്രയും. അങ്ങനെ എല്ലാ സാധനങ്ങളും റൈസിലിടാനുള്ള ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചത്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ചോറ് കുഴഞ്ഞു കൂടാതെ ഇരിക്കുന്നതിനാണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നെയ്യിട്ട ആ റൈസിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. നെയ്യില്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി. അതിലേക്ക് കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 ബേ ലീവ്സ്, ജാതിപത്രി, ഇതെല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 ചെറുനാരങ്ങ ഇട്ട് ചോറുണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. 1 കിലോ ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകി ഒരു 10 മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കുക. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയം വരെയാണ് ഞാൻ വയ്ക്കുന്നുള്ളൂ. ഇതിനകത്ത് ഉപ്പിട്ടില്ലായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ. ഉപ്പിടുമ്പം വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം. കാരണം ആ ചോറിനും കൂടെ ഉപ്പ് കൂടാൻ കണക്കിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇടുമ്പം പെട്ടെന്ന് ഈ ചോറ് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് കുതിർത്തവും കൂടെ ആയതുകൊണ്ട് ഇത് വേവാൻ ഒരു 10 മിനിറ്റ് എടുക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് മൂടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കന് വറക്കാൻ വേണ്ടി അതിനുള്ള പൊടികളൊക്കെ ചേർത്ത് ഒന്ന് പുരട്ടി വെക്കാം. ഇത് 2.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചതാണിത്, അതും ഇട്ട് കൊടുക്കുന്നു. ഒരു 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി എല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് തിരുമ്മി കൂട്ടി ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം, ചോറ് വേകുന്ന സമയം വരെ. നമുക്ക് ചോറ് വെന്തോന്ന് നോക്കാം. കണ്ടോ, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടും വെന്ത് വാങ്ങരുത്, ഒരു 90% വാങ്ങാവുള്ളൂ. കാരണം നമ്മൾ ഇത് കോരി വെച്ച് കഴിയുമ്പോൾ കുറച്ച് ഇരുന്ന് വേകും. അതുകൊണ്ട് ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് മുഴുവൻ കോരി വയ്ക്കാം. ഇതിൻ്റെ വെള്ളം പോകുന്ന സമയം കൊണ്ട് ചിക്കൻ വറക്കാനുള്ള എണ്ണ അടുപ്പത്ത് വയ്ക്കാം.
അതൊന്ന് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് ഇപ്പം നമ്മുടെ ചോറിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഞാനിത് ദം ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയാണ് ഇത് ഞാൻ റൈസ് ഇട്ടിട്ട് ലെയറായിട്ട് റൈസ് ഇടും. അതിന് ശേഷം നമ്മൾ വറുത്തത് വെച്ച എല്ലാം വെക്കുന്നത്. ഇതിൻ്റെ കൂടെ ചിക്കൻ ഞാൻ ഒന്നിച്ചിടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇനി ചിക്കൻ കഴിക്കാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ആ ചോറ് കഴിക്കാം. അതുകൊണ്ടാണ് ഞാനിത് ചിക്കൻ ഇടാതെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ലെയർ ചോറിട്ടതിന് ശേഷം വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും നമ്മുടെ സവാള, ക്യാരറ്റ്, ബീൻസ്, അണ്ടിപ്പരിപ്പ്, കുറച്ച് മല്ലിയില എല്ലാം ഇതിലിടുന്നുണ്ട്. ഇനി ഇതിന് കളറിന് വേണ്ടി ഫുഡ് കളർ ഞാൻ ചേർക്കുന്നില്ല. ഞാൻ കുറച്ച് പാലെടുത്തിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതൊരു 2 സ്പൂണ് ഓരോ ലെയറിലും ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു ചെറിയ മഞ്ഞ കളറ് റൈസിന് വരുകയും ചെയ്യും. അങ്ങനെയാണ് ഇന്ന് ഞാൻ ചെയ്യാറുള്ളത്. ഒരിക്കലും ഫുഡ് കളറ് ചേർക്കാറില്ല. കണ്ടോ, പാലിനകത്ത് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. ഇത് ഒരു 2 സ്പൂൺ വീതം ഓരോ ലെയറിലും ഒഴിച്ചു കൊടുക്കുന്നു. അതിന് ശേഷം രണ്ടാമത്തെ ലെയർ ചോറും ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ മൊത്തം ചോറും 3 പ്രാവശ്യമായിട്ട് ഇടാനുള്ള ചോറുണ്ടായിരുന്നു. 3 ലെയർ, മൂന്നാമത്തെ ലെയറാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചോറ് ദം ചെയ്ത് എടുത്താൽ. കാര്യം ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് എങ്കിലും ഇങ്ങനെയാണ് ഇന്ന് ഞാൻ ചെയ്യാറുള്ളത്. വളരെ ടേസ്റ്റായ ചോറാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഈ ഫ്രൈഡ് റൈസ്. കണ്ടോ, എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഇനി ഒന്ന് അടച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ അടുപ്പയിലൊന്ന് വയ്ക്കാം. അങ്ങനെയാണ് ഞാൻ എന്നും ചെയ്തെടുക്കാറുള്ളത്. ചെറിയൊരു പാത്രം അകത്ത് വെച്ചു. ഇനി മുകളിലൊരു വലിയ പാത്രം വെച്ചിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഇത് ചൂടോടുകൂടി അവിടെ ഇരുന്നോളും. അപ്പോൾ എണ്ണ ചൂടാകാൻ നമ്മൾ ചിക്കൻ വറുക്കാനുള്ള വെച്ചത് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഇനി ചിക്കൻ പെറുക്കിയിട്ട് കൊടുക്കാം. ചിക്കനും വറുത്ത് പോരാ നമുക്ക്. ഇത് പുറം ഒന്ന് ഫ്രൈ ആയി എടുക്കുന്നുള്ളൂ. ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുത്ത് ഈ ചിക്കൻ നമ്മൾ കറി വെക്കുമ്പോൾ ഒന്ന് ഇളക്കിയാലും പൊടിഞ്ഞു പോകുകയാലും അതിനും ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അത് ചിക്കൻ മുഴുവനും അങ്ങനെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതിനകത്ത് ആ എണ്ണയ്ക്കകത്തേക്ക് തന്നെ ഒരു മീഡിയം സൈസ് ഒരു 5-6 സവാള ഉണ്ടായിരുന്നു അരിഞ്ഞത്, അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം എണ്ണയ്ക്കകത്ത് ഇടേണ്ടതായിരുന്നു, അത് ഞാൻ മറന്നു പോയതാണ്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് കളർ മാറി ഒരു ബ്രൗൺ കളറായി വരണം. അതിന് ശേഷം ആദ്യം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കിയതിന് ശേഷം 1 സ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ആദ്യം നമ്മൾ 2 സ്പൂൺ ഇട്ടാണ് വറുത്തത്, അതുകൊണ്ട് ഒത്തിരി എരിവ് വേണ്ട. ഞാൻ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് നല്ല കളർ മാറുന്ന വരെ ഇത് കണ്ടോ നല്ല ബ്രൗൺ കളറായി. ഈ സമയത്താണ് 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ നല്ലൊരു ബ്രൗൺ കളറായില്ലേ. ആദ്യം തക്കാളി ഇട്ടതിന് ശേഷം പൊടി ഇട്ടാൽ നമുക്കിങ്ങനെ നല്ല പോലെ ഇങ്ങനെ ഒരു കളറോടുകൂടി സവാള വഴന്ന് കിട്ടിയാൽ, അതുകൊണ്ടാണ് പൊടിയിട്ട് നല്ലപോലെ കളർ മാറിയതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ തക്കാളി ഇട്ട് അത് നല്ല വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ചിക്കൻ എടുത്തു വെച്ചിരുന്ന ആ പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് മുളകൊക്കെ ഉണ്ടായിരുന്നു, അത് കഴുകിയാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിന് വെള്ളം, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ചാറ് നല്ല കുറുകിയിരിക്കണം. അതാണ് ഫ്രൈഡ് റൈസിൻ്റെ പാകം. ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടി മൂടി വെച്ച്, വറുത്തതായതുകൊണ്ട് നമുക്ക് സാധാ വേകുന്നതിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇത്തിരി വെള്ളത്തിൽ വേണ്ട, കണ്ടോ, മൂടി വെക്കാം. ഇത് കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ കറിയുടെ ഇത് പാകത്തിനായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കൊഴുത്ത ചാറോട് കൂടിയ നല്ലൊരു മണമാണ് വരുന്നത്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാൻ മേലെ നമ്മുടെ ചിക്കൻ കറി നല്ല കളറുമായിട്ട് നല്ല സുന്ദരമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറ് നോക്കാം എന്തായെന്ന്. കണ്ടോ, ചോറ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല കളറായിട്ട് ആ മഞ്ഞൾപ്പൊടി നമ്മൾ കലക്കി ഒഴിച്ചതിൻ്റെ എല്ലാം ആയിട്ട് നല്ലൊരു കളറും ഉണ്ട്. നല്ല സുന്ദരമായ കറിയും ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. പുതിയതായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണാം. താങ്ക് യു.